ഇവിടെയാണ് കൊടുക്കുന്ന ചൂടും. ഓക്കെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ അല്ലേ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ്. അപ്പോൾ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ പുതിയ ചാനലാണ്. അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഉള്ള ഒരു സ്ഥലം നോക്കി വെച്ച് സെറ്റാക്കി വെച്ച് സംസാരിക്കുകയാണ്. കുറച്ചൊരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട്, വൃത്തി മെനക്കൊക്കെ വേണ്ടിയിട്ട്. ചൂട് വിയർക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം നമുക്കിതൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ചാനൽ തുടങ്ങിയതാണ്. അപ്പം എല്ലാവരും നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചു, ബിക്കോസ് നല്ല ചൂടാണ്. വിയർത്ത് ഇതാ ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവൻ്റെ അമ്മ ഇവിടെ ഇല്ല, ഒരു ട്രിപ്പ് പോയേക്കാണ്. സോ ഇവൻ്റെ സ്കൂളിൽ നിന്ന് ആനുവൽ ഡേ ആണ്. അപ്പം ഇവനെ സെറ്റാക്കിയിട്ട് ആനുവൽ ഡേക്ക് കൊണ്ടുപോകണം. ഡാൻസൊക്കെ ഉണ്ട്. ഡാൻസ് കളിക്കില്ല അറിയൂ? ഹായ് പറ. ഹായ് പറ. ഹായ് ഹായ് ഫ്രണ്ട്സ് പറ. ഹലോ ഗായ്സ്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ഇന്ന് ആനുവൽ ഡേ ആണ്. ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് അതിന് പോകാനല്ലേ അറിയൂ? ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ വരി. ഏത് സോക്സ് വാങ്ങാം. അപ്പോൾ അങ്ങനെ വൈറ്റ് സോക്സ് ഒക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ വാങ്ങിയിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ. എന്നിട്ട് റെഡി ആയിട്ട് വേണം പോകാൻ അല്ലേ? ഫോൺ വീട്ടല്ലേ? അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇന്ന് റെഡി ആവണം. നേരെ ഇവനെ കൂട്ടിയിട്ട് സ്കൂളിൽ പോകണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. ഞങ്ങൾ സ്കൂളിലെത്തി. അപ്പം ഇവിടെ പരിപാടിയും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. സ്റ്റേജും ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവനിവിടെ ആക്കണം. ഇവർക്ക് ബാക്കി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവനിവിടെ ആക്കിയിട്ട് എനിക്ക് തിരിച്ചു പോകണം. ഓക്കെ, ഐ എം ഗോയിങ് ബാക്ക് ഹോം. ഇന്നലെ കുറച്ച് ലിച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് കഴിക്കാം. ഒടുക്കത്തെ ചൂടാണ്. അപ്പം നമുക്ക് മുടിയൊക്കെ ഒന്ന് മൊത്തമായിട്ട് മേലെ എടുത്ത് കെട്ടാം. അപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടാക്കി വന്ന് നല്ല വെയിലും നല്ല ചൂടുമാണ്. അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു 5:30 ആകുമ്പോഴത്തേക്കും അവൻ്റെ ഡാൻസൊക്കെ തുടങ്ങും എന്നാണ് പറഞ്ഞത് സിസ്റ്റർ. അപ്പോൾ അപ്പോഴത്തേക്ക് സ്കൂളിൽ പോയാൽ മതി. സോ അതുവരെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഉറക്കം ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി. അങ്ങനെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എണീച്ച് റെഡി ആയപ്പോൾ ദൈവം വന്നിട്ടുണ്ടായിരുന്നു. ഇവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ ഇറങ്ങുകയാണ്. ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഡ്രസ്സും മേക്കപ്പൊക്കെ കാരണം അവനെ കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുത്തു. എങ്കിലും സ്റ്റാർട്ട് ടു എൻഡ് അവൻ നല്ല അടിപൊളിയായിട്ട് കിടിലനായിട്ട് കളിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫാഷൻ ഷോയും ഡാൻസുകളും പരിപാടിയൊക്കെ 8:30 ആകുമ്പോഴത്തേക്ക് പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് ഇവൻ്റെ മുഖത്ത് മേക്കപ്പൊക്കെ ഒന്ന് തേച്ച് വരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഓക്കെ ബൈ.